ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സൂസ്. അമ്മക്കേ ഇന്നാണ്ട പച്ച കപ്പയ്ക്ക വെച്ചേ വറുത്തരച്ചൊരു തീയൽ വെച്ചാലോ? സൂപ്പറാ ചോറ്. പിന്നെ നമുക്കൊന്ന് വെക്കാം. എൻ്റെ കപ്പയ്ക്ക അരിഞ്ഞ് വെച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലായിടും ഒന്ന് വഴട്ടാം. അപ്പോൾ എണ്ണ ഒഴിച്ച് കപ്പയ്ക്ക ചട്ടി വെക്കുക കേട്ടോ. ചട്ടിയിലാകുമ്പോഴേ അത് ടേസ്റ്റ് വേറെയാണ്. ചട്ടിയിലാകുമ്പോൾ നല്ലതാണ്. അപ്പോൾ അണ്ട് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള, കൊച്ചുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴട്ടാം. അപ്പോഴത്തേന് നമുക്കത് തേങ്ങായും കൂടെ അങ്ങ് വറക്കാം. തേങ്ങ ഇടുവാങ്ങ, തേങ്ങക്കൊത്ത്. അല്ല തേങ്ങ നമുക്ക് വറക്കാനായിട്ടേ, അല്ല തേങ്ങ വറക്കാനായിട്ട് അമ്മ ഇതിനകത്തോട്ടിട്ട് കേട്ടോ. നമുക്ക് വെളുത്തുള്ളി ഒന്ന് കുത്തി അരിഞ്ഞിടാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എല്ലാത്തിനും നല്ലതാട്ടോ. ഈ തണുപ്പും കൂടെ ആയതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. തേങ്ങ മൂത്ത് വരുന്നു. ഇവിടെ ഇനി നമുക്ക് ആ കൊച്ചുള്ളി അങ്ങിടാം. സവാളയും കൂടി ഇടാം. സവാളയും കൊച്ചുള്ളിയും എല്ലാം കൂടെ അതിനകത്തോട്ടിട്ട് ശകലം മഞ്ഞപ്പൊടി ഇടാം നമുക്ക്. ഇത് ഉപ്പൊടിയും കൂടെ ഇടാം. ഉപ്പൊടിയൊക്കെ ചേർത്ത് വഴറ്റി വെച്ചാലേ ഇരുന്നാൽ വളിക്കത്തില്ല കറി. പിന്നെ കപ്പയ്ക്കയുടെ ഗുണം നമുക്കറിയാമല്ലേ. കൊറോണ വന്ന സമയത്തൊക്കെയും കപ്പയ്ക്കായിരുന്നു എല്ലാത്തിനും. നമുക്ക് ഒരു വൈദ്യനാണ് കപ്പയ്ക്ക കേട്ടോ. കപ്പയ്ക്ക നല്ല കാൽസ്യം, നമുക്ക് പനിയൊക്കെ വന്നാലും എന്തോ വന്നാലും കവുണ്ട് കൂട്ടുന്നതിനും എല്ലാം നല്ലതാണ്. തോരൻ വയ്ക്കാം, ഇഴുക്ക് വരട്ടിയും തോരൻ വയ്ക്കുകയും ഇതുപോലെ വറുത്തരച്ച് തീയൽ വയ്ക്കുകയും മൂത്ത് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അന്നേരം ഇനി കപ്പയ്ക്കായും കൂടെ അതിൻ്റെ കൂടെ അങ്ങോട്ടിടാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് അയട്ടാം. പനിയും ചുമയൊക്കെ വരുമ്പോൾ നമുക്ക് കവുണ്ട് കൂടാനും എല്ലാം നല്ലതാണ് കപ്പയ്ക്ക. അന്നന്ന് വെള്ളം ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നതിന് കപ്പയുടെ കിളുകല തണ്ടിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കുമെന്ന് പറയുന്നേക്കാം കൗണ്ട് കൂടാൻ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കപ്പയ്ക്കായും കൂടി ഇടുവാന്നേ നമുക്കൊന്ന് വഴട്ടാം. വേണ്ട കരിയാപ്പലയും കൂടി ഇടാം. ഇവനെല്ലാം കൂടെ നമുക്കങ്ങ് വഴട്ടാം. ഇറച്ചി വെക്കാൻ നല്ല വെന്ത് വരുമ്പോൾ ഇച്ചിരി മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇടണം. നല്ലതാ. ഇപ്പം എപ്പോഴും നമുക്ക് മീനുണ്ടോ? മീനില്ലെങ്കിൽ ഇതങ്ങോട്ട് പെട്ടെന്ന് ഇച്ചിരി എല്ലാം എടുത്ത് ഒന്ന് തേങ്ങ വറുത്തരച്ചൊരു തീയൽ വെച്ചാൽ നല്ലതാ. തോരൻ വയ്ക്കുകയും ഇഴുക്ക് വരട്ടുകയും ഞാൻ ചെയ്യാം. കരിയാപ്പലയും കൂടെ നമുക്കിടാം. തേങ്ങ വറുക്കുന്നതിനകത്തോട്ട് രണ്ട് കരിയാപ്പല ഇട്ടാം. നമ്മുടെ പരുവ് അനുസരിച്ച് നമുക്ക് എരി വേണ്ടുന്ന രീതിയിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2.5 സ്പൂൺ ഇട്ട്
മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഒരു 1.5 സ്പൂണിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, തേങ്ങയ്ക്കകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം നമുക്ക്. ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് അവർക്ക് എരി വേണ്ടെങ്കിൽ ചേർക്കണ്ട. തേങ്ങ എല്ലാം കൂടെ മൂത്ത് കേട്ടോ. ഒന്ന് തണക്കട്ടെ. തണക്കുമ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് ഓടിക്കാം. മിക്സിയിലൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാം. അപ്പോഴത്തേനും ഇത് മൂക്കട്ടെ. വറുത്ത് റെഡിയായേ. അപ്പം ഇനി നമുക്കിതൊന്ന് പേസ്റ്റാക്കാം. അടാ പേസ്റ്റാക്കി കേട്ടോ. ശകലം വെള്ളം ഒഴിച്ച് മാറ്റി കേട്ടോ. അല്ലേ തന്നേ. കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. നമ്മൾ വയറ്റിയതല്ലേ, അന്നേരം പിന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മക്കളെ നമ്മുടെ കറി റെഡിയായി കേട്ടോ. ശകല മസാലപ്പൊടി ചേർക്കാം. തോനെ വേണ്ട, ഇച്ചിരി നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. മക്കളെ നമ്മുടെ കറി ശരിയായേ. നമുക്കൊരു ശകല കടു വറുത്ത് വയ്ക്കാം. അതെ കപ്പയ്ക്ക വറുത്തരച്ച് തീയൽ വെച്ച് കേട്ടോ. നല്ലതാ, എല്ലാവർക്കും വെച്ച് കഴിക്കാം ഇതുപോലെ കേട്ടോ. അപ്പോഴേ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ, നല്ലതാ. നിങ്ങളാരെങ്കിലും ഇതുപോലെ തീയൽ വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.